ഹായ്. അപ്പോൾ ഇന്നൊരു തിരുവാതിര വിശേഷമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ അമ്പലത്തിൽ ധനുമാസ തിരുവാതിര കളിക്കാറുണ്ട്. അപ്പോൾ ഈ വട്ടം ഞാൻ കളിക്കുന്നുണ്ട് കേട്ടോ. കുറേ ടീമുണ്ടാവും കളിക്കാനായിട്ട്. ഞങ്ങൾക്ക് പണ്ട് സ്ഥിരം കളിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പൊക്കെ വന്നു. അങ്ങനെ ഈ വട്ടം പിന്നെ ഞാൻ കളിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇനി മുല്ലപ്പൂവും കൂടെ വെക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇണ്ടലയപ്പൻ ക്ഷേത്രം. ഇവിടെയാണ് ഞങ്ങൾ തിരുവാതിര കളിക്കുന്നത്. ഫസ്റ്റ് തിരുവാതിര ഇവിടെ ആയിരിക്കും കളിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഭഗവാനെയൊക്കെ തൊഴുതിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് കുറേ ഫോട്ടോ സെഷൻസും റിഹേഴ്സലൊക്കെ നടത്തി. ഒരുപാട് വർഷമായിട്ട് ഞാൻ കളിക്കാത്തത് കൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റേജിൽ കയറാനായിട്ട്. അതുകൂടാതെ വ്രതമാണ്. വ്രതം പിടിച്ചിട്ടാണ് നമ്മൾ തിരുവാതിര കളിക്കാറ്. പക്ഷേ ദൈവം സഹായിച്ച് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടാണ് എല്ലാവർക്കും നന്നായിട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത് കഴിഞ്ഞ് തെക്കൻകുന്നൂർ അമ്പലത്തിലും പിന്നെ അത് കഴിഞ്ഞിട്ട് കാവകുളങ്ങര അമ്പലത്തിലും പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി തന്നെ പാതിരാ പൂച്ചൂടലുണ്ട്. നമ്മൾ പാർവ്വതീദേവിയായിട്ട് സങ്കല്പിച്ച് രാത്രിയിൽ ദശപുഷ്പങ്ങൾ കളക്ട് ചെയ്തിട്ട് ഭഗവാനെ സങ്കല്പിച്ച് നാമമൊക്കെ ജപിച്ച് തലയിൽ പാതിരാപ്പൂ ചൂടണം. അങ്ങനെ അവിടെ തിരുവാതിര കളിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യും. നമ്മൾ വ്രതത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് പുഴുക്കൊക്കെയാണ് രാത്രി കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് പുഴുക്കും കറിയും പിന്നെ കട്ടൻ ചായയും കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് നമ്മളവിടെ ഉറക്കം ഉളച്ചിരിക്കണം. അങ്ങനെയാണ് തിരുവാതിര വ്രതം പിടിക്കേണ്ടത്. അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് ഈ വർഷം എൻ്റെ വ്രതം പിടിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചു. അപ്പോൾ ഈ ഫുൾ തിരുവാതിരയുടെ വീഡിയോ ഞാൻ താഴെ കൊടുത്തേക്കാവേ. എല്ലാവരും പോയി കാണണേ. ബൈ.